ഹായ് അഞ്ജന. എൻ്റെ ക്വസ്റ്റൻ അഞ്ജനയോട്. ഹായ് മേഘ. അഞ്ജന, ഇപ്പോൾ ഫഹദ് കഴിഞ്ഞു, നെക്സ്റ്റ് നമ്മുടെ മെഗാസ്റ്റാറിൻ്റെ കൂടെയാണ് ഒരു മൂവി എന്ന് പറയുന്നത്. അഞ്ജനയെ സംബന്ധിച്ചോളം അതൊരു ആക്ടിങ് എക്സ്പീരിയൻസ് ആണ്. എങ്ങനെയുണ്ടായിരുന്നു ടർബോയിൽ ആക്ടിങ് എക്സ്പീരിയൻസ് വിത്ത് മെഗാസ്റ്റാർ? ഇവിടുന്ന് തുടങ്ങണ്ടെന്ന് ആലോചിക്കുക. ഓഫ് കോഴ്സ് എല്ലാ മലയാളികളെ പോലെയും ഷാജ 12th വരെ ഷാജയിലായിരുന്നു പഠിച്ചതും. എല്ലാ ആക്ടേഴ്സിൻ്റെ ഡ്രീമാണ് ഒരു മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കുക, ഇത്രയും സീനിയോറിറ്റി, ഇത്രയും ലെജൻഡറി ആക്ടറിൻ്റെ കൂടെ അഭിനയിക്കുക. ഫസ്റ്റ് മീറ്റ് ചെയ്യുമ്പോൾ ഒരു എന്താണ് ഒരു സ്റ്റാർ സ്ട്രക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. കാരണം നമ്മളെല്ലാ മലയാളികളും ചെറുപ്പം തൊട്ട് കണ്ടു വളർന്ന ഒരാളാണ്. പക്ഷേ ആക്ടിങ് സീൻസിലോട്ട് നമ്മൾ സീൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ജോസും ഇന്ദുലേഖയും ആയി മാറി. അപ്പോൾ ദെൻ രാജു പറഞ്ഞ പോലെ തന്നെ നമുക്ക് എല്ലാ ആക്ടേഴ്സിനെയും കംഫർട്ടബിൾ ആക്കുന്ന ഒരു ആളാണ്, സജഷൻസ് പറയുന്ന ഒരാളാണ്. ഇപ്പോൾ ലുക്സ് സസ്റ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഡയലോഗ് കുറച്ചുകൂടെ നീട്ടി പറയുക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ആളാണ്. ഹീസ് വെരി ഓപ്പൺ ടു കോൺവെർസേഷൻസ്. അപ്പോൾ എന്താണ് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. വഴക്ക് കിട്ടിയിട്ടുണ്ടോ? ഷോർട്ട് ടെമ്പേർഡ് ഇല്ലല്ലേ? എനിക്ക് വെറുതെ പറയുന്നതല്ലേ? അല്ല, വെറുതെ പറയുന്ന അങ്ങനൊന്നുമില്ല. ഒരു ക്ലൈമാക്സ് ഒരു പോർഷനിൽ എനിക്ക് ചെറിയ പിച്ചെന്ന് പറയാനല്ലേ, ഇങ്ങനെ ഇങ്ങോട്ട് നോക്കാനല്ലേ പറഞ്ഞത്, എന്തിനാ അങ്ങോട്ട് നോക്കി, അങ്ങനെ ഒരു യു ഓൾസോ. Mine is different. Okay. So sir was a little angry because when you do fights and all, it is very normal because it's very hard work as well, and it was very late night. And he was speaking to someone with the same tone, and I didn't know what to do. I'm standing, and there is chair, and I'm standing, and I don't want to sit. Okay, and he sat, and I didn't want to go next to him, and I'm just like acting as if like I'm looking around, and he said like, "What are you doing?" Like, no sir, I'm like, sit. Okay. But he was teasing me. He was not scolding him, and I'm like, okay, thank you. മിഥുന് കിട്ടി, ഇനി സിനിമ കഴിഞ്ഞിട്ടായിരിക്കും. പറയാനാണോ? പറഞ്ഞു. വേറൊരു കാര്യം, ഇപ്പൊ നിങ്ങൾ ഈ പുതിയ ആളുകളോടൊക്കെ മമ്മൂക്കയുടെ കൂടെയുള്ള അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മറ്റേ പുതിയതായിട്ട് ഒരു ക്യാമ്പസിലേക്ക് വരുമ്പോഴത്തേക്കും അവരെ റാഗ് ചെയ്യാൻ നിൽക്കുന്ന സീനിയറിനെ പോലെ നിൽക്കുന്ന ഒരാളൊന്നുമല്ല മമ്മൂക്ക. ഇവരെ പരമാവധി ഇവർ പറഞ്ഞ പോലെ പ്രോത്സാഹിപ്പിച്ച് അവർക്ക് ധൈര്യം കൊടുത്ത് അവരുടെ മാക്സിമം ഔട്ട് കംഫർട്ടബിൾ ആയിട്ട് എടുക്കാൻ ശ്രമിക്കുന്ന ഒരാളാണെന്ന് മാത്രം ഇവിടുന്ന് പറയുകയാണ്. ഇവരുടെയൊക്കെ കൂടെ അഭിനയിച്ചപ്പോ എന്റെ എക്സ്പീരിയൻസ് എന്താ ചോദിക്കുന്നത്? ഞാനത് ചോദിക്കാൻ റിവേഴ്സ് ചെയ്യാൻ വരികയായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു മമ്മൂക്ക ഇവരുടെ കൂടെ ഒക്കെ അഭിനയിച്ചപ്പോഴത്തേക്കും? നല്ല സ്വീറ്റ് ആൾക്കാർ, നല്ല ആൾക്കാരാ, ഒരു ജാടയും ഇല്ല, ഒരു അഹങ്കാരവും ഇല്ല, ഒരു കുഴപ്പമില്ല, നുള്ളുമില്ല. ഇവര് പറയുന്നത് ഞാൻ സ്കൂൾ മാഷ കൊണ്ട് നുള്ളി വടിയൊക്കെ. അല്ല, പക്ഷെ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇപ്പൊ ലാലേട്ടനാണെങ്കിലും മമ്മൂക്കയുടെ ഒപ്പം അഭിനയിക്കുമ്പോ അവർക്ക് കിട്ടുന്ന ആക്ടിങ് എക്സ്പീരിയൻസ്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എങ്ങനെ ഉണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ്. നമ്മളിപ്പോ 42 വർഷമായി സിനിമയിൽ, ഇപ്പൊ നമുക്ക് ഇവരെയൊക്കെ കൂടെ അഭിനയിക്കാൻ പറ്റുന്നുണ്ടല്ലോ, അതൊരു ഭാഗ്യമല്ലേ? ശരിയാണ്, അങ്ങനെയുണ്ട്. ഇല്ല, വൈശാഖ് സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മളൊരു യൂണിവേഴ്സിറ്റി പോകുന്ന പോലെയാണ്, ഒരു PhD എടുത്ത ഒരാളുടെ അടുത്ത് അഭിനയിക്കുന്ന പോലെയാണ്. അപ്പൊ നമുക്ക് അറ്റ് വൺ ഗോ എല്ലാ ഇൻഫർമേഷനും കളക്ട് ചെയ്യാൻ പറ്റില്ല, കുറച്ചായിട്ട് പഠിച്ചു വരാൻ പറ്റുള്ളൂ. ഫഹദ് മമ്മൂക്ക ഞാൻ 10ാം ക്ലാസ് തോറ്റതാണ്. ഞാൻ പഠിച്ചോണ്ടിരിക്കുകയല്ലേ നിങ്ങളുടെ അതെന്തുകൊണ്ടാണെന്നറിയോ? അത് ഒരു സിനിമയിൽ നിന്ന് കുറച്ചേ പഠിച്ചതുള്ളൂ, നെക്സ്റ്റ് സിനിമയിൽ നിന്ന് കൂടുതൽ പഠിക്കാനാണ് കണ്ടുപിടിച്ചിട്ടുണ്ട്.